കിടപ്പാടം പണയപ്പെടുത്തി ലോൺ എടുത്ത് ജപ്തി നടപടിയിലേക്ക് നീങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ കൈത്താങ്ങ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വളരെ ആശ്വാസകരമായ ഒരു ബില്ല് അവതരിക്കപ്പെട്ടു എന്നാണ് കാണുന്നത്. കേരള സിംഗിൾ ഡൊല്ലിംഗ് പ്ലേസ് പ്രൊട്ടക്ഷൻ ബിൽ 2025. കേരള സിംഗിൾ ഡൊല്ലിംഗ് പ്ലേസ് പ്രൊട്ടക്ഷൻ ബില്ല് 2025 സുപ്രധാനമായ ഒരു ബില്ല് സർക്കാർ പാസ്സാക്കിയെന്നാണ് മനസ്സിലാകുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു നിയമ നടപടി. അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായി എനിക്ക് തോന്നുന്നു. കാരണം ഈ ബില്ല് 10 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ 10 ലക്ഷത്തിനകത്ത് ജപ്തി നടപടിക്ക് വിധേയരായി സ്വന്തം കിടപ്പാടം വീടും ഇറങ്ങിക്കൊടുക്കേണ്ട ഗതികേട് ധാരാളം പേർക്ക് കേരളത്തിൽ ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രൈവറ്റ് ഫൈനാൻസിങ് എടുത്ത ശേഷവും 2 ലക്ഷം എടുത്തിട്ട് 8-10 ലക്ഷം രൂപ പലിശ വരെയായി കിടപ്പാടത്ത് നിന്ന് ഇറങ്ങിക്കൊടുത്ത് അവരുടെ സ്വന്തം വീടിൻ്റെ മുറ്റത്തിരുന്ന് തിണ്ണയിലിരുന്ന് കരയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കൈത്താങ്ങ് തീർച്ചയായിട്ടും അവർക്ക് നീട്ടി. നല്ല കാര്യം. കാരണം ബില്ല് മിനിസ്റ്റർ പി രാജീവനാണ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത്. ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു. കാരണം പലരും കണ്ണീര് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല. 2-3 ലക്ഷം രൂപ എടുത്ത് ചിലപ്പം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കാം 10 ലക്ഷത്തിനകം, അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി അത് നഷ്ടത്തിലോട്ട് പോകാം, നിവൃത്തിയില്ലാതെ ചികിത്സയ്ക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുക്കും. അതൊക്കെ ലോണ് കുറേയല്ല അതുങ്ങൾ അടയ്ക്കും. അവസാനം വീണ് പോകും. കാരണം വരുമാനം നിന്നു, അത് അടയ്ക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് ആകെയുള്ളത് 2-3-4 സെൻറ്റ് സ്ഥലവും അല്ല 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും. അവിടെ നിന്ന് ഫൈനാൻസ് അതോറിറ്റികൾ ഇവരെ കുടിയിറക്കി സീല് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ കാണും. എന്ത് ചെയ്യാൻ ഒക്കും ഇങ്ങനെയുള്ള ആൾക്കാർ? സർക്കാരിൻ്റെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ക്ഷേമ പ്രവർത്തനത്തിൽ ഏറ്റവും മുന്തിയിൽ നിൽക്കുന്ന സ്വന്തം ഒരു 3-4 സെൻറ്റ് സ്ഥലത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ധർമ്മം. എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അതിനോട് അംഗീകരിക്കാൻ കഴിയില്ല ഒരുവിധപ്പെട്ട ആൾക്കാർക്കും. സർക്കാർ കൃത്യമായി അത് മനസ്സിലാക്കി ധാരാളം ആൾക്കാർ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. വീട് ജപ്തി ചെയ്തിരിക്കുന്നു, സാമ്പത്തിക സഹായം ചെയ്യണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, കുട്ടികളായിട്ട് ഞങ്ങൾ വഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള കണ്ണീരണിഞ്ഞ ധാരാളം സംഭവങ്ങൾ ദൈനംദിനം ടി വിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും അതിനൊരു പരിഹാരം 10 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് സർക്കാർ അത് അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. അത് വർഷങ്ങളെടുത്താലും ശരി അത് അടച്ചു തീർക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ നല്ല കാര്യം. ഇങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും നടത്തിയിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്. 10 ലക്ഷം വരെയുള്ള പാവങ്ങളുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനുള്ള സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങ് വളരെ നല്ല ഒരു നിയമമായിട്ട് ഇതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. അതിന് പി രാജീവനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ലോ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർക്കെയും അതുപോലെ ഒപ്പം തന്നെ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട് വിദേശത്തുള്ള ആൾക്കാർ പലരും 2-3-4-5 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുന്ന ധാരാളം കാഴ്ചകൾ, കാരുണ്യം തോന്നുന്ന പല സംഭവങ്ങളും വിദേശത്തുള്ള മലയാളികൾ അവരെ സഹായിക്കാൻ എത്തുന്നു. ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും അവരെ സഹായിക്കാൻ എത്തുന്നു. പല വീട്ടുകാർക്കും അടയ്ക്കാനുള്ള തുക അടച്ച് അവരെ സുരക്ഷിതമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ആ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം തന്നെയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. അടിയന്തരമായി ഇത് സർക്കാർ ചെയ്ത ഒരു കാര്യത്തിന് നന്ദിയുണ്ട് ജനങ്ങൾക്ക്. കാരണം കേരളത്തിലെ ധാരാളം പാവങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാ ദിവസവും നമ്മൾ ചാനലിലും ടി വിയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് ആ പാവങ്ങളെ ആരുപേരും ഇല്ലാത്തവരും സാമ്പത്തികമായി സഹായിക്കാൻ
തയ്യാറായി ഒരു സർക്കാർ മുന്നോട്ട് വന്നതും അങ്ങനെയുള്ളവർക്ക് ഒരു നിയമനിർമ്മാണത്തിലൂടെ തൽക്കാലം ഒരു ആശ്വാസം കൊടുക്കാനും വന്നത് വളരെ നല്ല കാര്യം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. എങ്കിലും ബില്ലിൻ്റെ ഹെഡിങ് തന്നെ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കാൻ തന്നെയാണ്. അത് കേരള സിംഗിൾ ഡൊല്ലിംഗ് പ്ലേസ് പ്രൊട്ടക്ഷൻ ബില്ല് 2025 തന്നെയാണ് ആ ബില്ലിൻ്റെ ഹെഡിങ്. അങ്ങനെയാണ്. ആ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയട്ടെ ആൾക്കാർക്ക്. ഏതായാലും തൽക്കാലം ആശ്വാസമായി. അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ ബലമായിട്ട് പുറത്താക്കാൻ കഴിയില്ല. അവർ പണം വാങ്ങിച്ച ശേഷം വളരെ നാളുകളായിട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ പലിശ അടച്ചവരെ തന്നെയാണ്. പിന്നീട് അടയ്ക്കാൻ നിവൃത്തിയില്ല, കോവിഡ് കാരണം കഷ്ടപ്പെട്ടവരുണ്ട്, അതിനുശേഷം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, പിന്നെ കിടപ്പായവരുണ്ട്, അല്ലെങ്കിൽ രോഗം മൂലം അവശതയായവരുണ്ട്. അവർക്കൊന്നും വേറൊരു വരുമാനം ഇല്ലാത്തവർ ധാരാളം പേരുണ്ട്. ഏതായാലും സർക്കാർ ചെയ്ത നല്ല കാര്യം, നല്ല നിയമനിർമ്മാണം എന്ന് മാത്രം ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റു കാര്യങ്ങളിലുള്ള ഒരു തീരുമാനമല്ല, സർക്കാർ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തിയിൽ ഒന്ന് തന്നെയാണ് ഇത്.